Hi Malayalis, welcome back to Guru Kiki's Entertainment. Yes. Guys, നിങ്ങൾ ചിന്തിക്കാൻ പറ്റും കീക്കി മീൻസ് എന്താ? അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് വലിയ അർത്ഥമൊന്നുമില്ല, അത് വെറുതെ ഇട്ട പേരാണ്. കീക്കി ആരാ? എന്റെ ഗ്രാനി. കീക്കി കീർത്തുട്ടിയാണ്. കീർത്തനന്റെ ഒരു ഷോർട്ട് നെയിം ആയിട്ടാണ് നമ്മൾ കീക്കി ഇട്ടത്. കീക്കി കീർത്തന അല്ലേ? അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ എന്ന് എഴുതി. ഗുരു വന്നിട്ട് ഗുരുദേവ് ആളാണ്. ഗുരു വന്നിട്ട് ഞാനാണ്. സോ വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വ്ലോഗ്. ഇന്ന് വന്നിട്ട് നമ്മൾ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഈച്ച് അതറിന്. നമ്മൾ ഈ വ്ലോഗെല്ലാം ചെയ്യപ്പോ നമുക്ക് വി ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് മോർ. എന്തിനും വി ആർ നോട്ട് പ്രിപ്പയർഡ്. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് വന്നു. ദേവട്ട സെപ്പറേറ്റ് ആയിട്ട് എനിക്കറിയാത്ത ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോ നമ്മൾ ഇങ്ങനെ ചോദിക്കപ്പോ അപ്പോ എനിക്ക് കുറെ അറിയാൻ പറ്റും കാര്യങ്ങളൊക്കെ. സത്യം പറയണമെന്നില്ല, രണ്ടുപേരും നമ്മൾ എത്ര റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മള് 100% നമ്മള് ജെന്യൂൻ ആയിരിക്കില്ല. പക്ഷെ ഞാൻ അത് അങ്ങനെ എല്ലാവരും പറയുള്ളൂ. പക്ഷെ സത്യം പറഞ്ഞാൽ ആരും 100% ജെന്യൂൻ ആയിരിക്കില്ല. പാസ്റ്റിൽ ഒരുപാട് കാര്യം നടന്നിട്ടുണ്ടാവും, പ്രസന്റിൽ ഒരുപാട് കാര്യം ഹൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ റിലേഷൻഷിപ്പ് ആകുമ്പോ അങ്ങനെയാണ്, അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. സോ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് നല്ലൊരു കപ്പിൾ ആവുക. സോ ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നത്. അതായത് എന്ത് ക്വസ്റ്റ്യൻ വെച്ചാല്, ഹാവ് യു എവർ ഡൺ ദിസ്, അതായത് ഇത് ചെയ്തിട്ടുണ്ടോ, ഈ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ബ്ലോഗാണ് ഇത്. അപ്പൊ കീർത്തന്റെ കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും, എന്റെ കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും, കുറച്ച് നിങ്ങൾക്ക് നമ്മൾ രണ്ടാളെ പറ്റി അറിയാൻ പറ്റും. സോ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാം. ഇഷ്ടമെങ്കിൽ മാത്രല്ല ആക്കണം, ലൈക്ക് ആക്കണം. പിന്നെ അവിടെ ബെല്ലൈക്കൺ ഉണ്ടാവും, ബെല്ലൈക്കൺ അത് ഇങ്ങനെ പ്രസ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ എപ്പോഴും വ്ലോഗ് അപ്ലോഡ് ചെയ്യും, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതാണ് വേണമെന്നുള്ളത് മാത്രം. ആദ്യം കീർത്തിയോട് ചോദിക്കട്ടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓൾവേസ് വിമൻ. ഫസ്റ്റ് ഇസ് വിമൻ. ഓക്കെ, ലേഡീസ് ഫസ്റ്റ്. ഹാവ് യു എവർ ഡിലീറ്റഡ് യുവർ സെർച്ച് ഹിസ്റ്ററി? ബിക്കോസ് ഞാൻ കാണാൻ പാടില്ലാന്ന് നിങ്ങളുടെ ക്രോമില ഇല്ല സഫാരി സെർച്ച്. നല്ല ക്വസ്റ്റ്യൻ. എന്തൊക്കെയോ എന്നെ പറ്റി അറിയണമെന്നുണ്ട് ഇപ്പൊ പുള്ളിക്കാരിക്ക്. സത്യം പറയണം, സത്യം മാത്രം പറയണം. ഓക്കെ, ഞാൻ ചെയ്തിട്ടുണ്ടോ? അത് അറിയില്ലല്ലോ ഭാവിക്ക്, അതുകൊണ്ടല്ലേ ഇപ്പൊ ചോദിക്കുമ്പോ പറഞ്ഞത്. അതെ, എപ്പോ ഇവിടെ ഇപ്പൊ റീസെന്റ്ലി അത് ഓർമ്മയില്ല. ചെയ്തിട്ടുണ്ട്, ക്രോം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ നോക്കിട്ടുണ്ടോ? നമ്മൾ ആണുങ്ങളാകുമ്പോ ഇങ്ങനെയാണല്ലോ. എങ്ങനെ? അതാ ഞങ്ങൾ ആണുങ്ങൾക്ക് മനസ്സിലായിക്കോളും അല്ലേ? സോ എന്റെ ക്വസ്റ്റ്യൻ, എന്നോട് എപ്പോഴെങ്കിലും കല്യാണം കഴിഞ്ഞ ശേഷമുള്ള കാര്യമാണ്, എന്നോട് എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? സത്യം മാത്രമേ ഇതിൽ നമ്മൾ രണ്ടുപേരും സത്യം മാത്രമേ പറയുള്ളൂ, കള്ളം പറയില്ല. ദേവട്ട പറയുന്നു അപ്പോഴേ ഞാൻ 100% നമ്മൾ സത്യം ഉണ്ടാവൂല. അതാണ് ഇപ്പൊ ചോദിച്ചത്, കള്ളം പറഞ്ഞിട്ടുണ്ടോ? നോ, യു ദേവട്ട പറയുന്നല്ലേ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കപ്പോ 100% അല്ലല്ല, ഇൻ എ റിലേഷൻ നോബഡി ഈസ് പെർഫെക്റ്റ്. അങ്ങനെ പറഞ്ഞതാ? ഓക്കെ ഓക്കെ. അതുകൊണ്ട് ഇപ്പൊ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം തന്നിരിക്കണം. കള്ളം പറഞ്ഞിട്ടുണ്ടോ? കള്ളം പറഞ്ഞിട്ടുണ്ട്. എന്ത് കള്ളം? അത് ഫാമിലി പറ്റി. പറയൂല. അത് പറയണ്ട, അത് വിട്ടെ. പക്ഷെ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. പക്ഷെ കള്ളം പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ റിലേഷനിലും എല്ലാരും 100% ആയിരിക്കില്ല, ചിലതൊക്കെ തട്ടിമുട്ടൊക്കെ. ഫാമിലി പറ്റി ഞാൻ കുറച്ച് ഹൈഡ് ആക്കിയിട്ടുണ്ട്. അത് ഫാമിലി ഇഷ്യൂസ്. അതറിയേണ്ട ആവശ്യമില്ല, കള്ളം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അടുത്തത് ചോദിക്കും. Have you ever told your friends, I need to ask my wife first for anything? ഇല്ല, എന്റെ വൈഫ്, അതായത് വൈഫിന്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ പറയാന്നുള്ള, എവിടെയെങ്കിലും വിളിക്കുമ്പോഴോ വൈഫിന്റെ അടുത്ത് ചോദിച്ചിട്ട് പറയാന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്റെ ബാംഗ്ലൂർ ഫ്രണ്ട്സിനെ അറിയാം, സുമേഷ്, വിപിൻ, ഗോകുൽ. അവർക്ക് സുമേഷ്, വിപിൻ, ഗോകുൽ.
It's like a waterly. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ബാംഗ്ലൂരുള്ള. ബാംഗ്ലൂർ അല്ല സത്യമായിട്ട് ഫ്രണ്ട്സിനെ കേരള ബാംഗ്ലൂർ അങ്ങനെയല്ല. അല്ല, എന്റെ നാട്ടിലെ ഫ്രണ്ട്സിന്റെ അടുത്ത് എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം പറഞ്ഞ അവരൊരു കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് വൈഫിന്റെ അടുത്ത് ചോദിക്കുന്ന അയ്യേ എന്താടാ പെൺകൊന്തനാണോടാ, ആ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് അങ്ങനെ ഫീലായി. പക്ഷെ ബാംഗ്ലൂർ ഫ്രണ്ട്സ് ആകുമ്പോൾ എനിക്ക് അവരുടെ അടുത്ത് പറയാം. ബാംഗ്ലൂർ എനിക്ക് 3 ഫ്രണ്ട്സാണ്. അവരുടെ ഞാൻ പറയും കീർത്തനോട് ചോദിച്ചിട്ട് പറയാം, കീർത്തനോട് ചോദിച്ചിട്ട് ഞാൻ വരാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് കീർത്തനോട് പറഞ്ഞിട്ട് ഞാൻ വരാം. അല്ലെങ്കിൽ അവര് കുറച്ച് കൂൾ മൈൻഡ് സെറ്റ് ബാംഗ്ലൂർത്തെ മനസ്സിലായി. കാരണം ഞാൻ അങ്ങനെയാണ് ഫ്രണ്ട്സ്. ഞാനെല്ലാം കീർത്തനോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കീർത്തനോട് അതെ അതെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ അങ്ങനെയാണ് വേണ്ടത്. അത് ചില ആളുകൾക്ക് ബോയ്സിനായിട്ട് തന്നെ കളിയാക്കലുണ്ട് ഇങ്ങനെ, അയ്യേ കല്യാണം കഴിഞ്ഞിട്ട് നീ പെൺകൊന്തനായോ, പെണ്ണിന്റെ വാക്കും കേട്ടിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ എന്നല്ല കളിയാക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ്. ഇനി കളിയാക്കൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ എൻ്റെ ഭാര്യയോട് ഇപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും ഒരു പാർട്ട്നേഴ്സാണ്. ഇപ്പം എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭാര്യയുടെ അടുത്ത് ചോദിച്ചിട്ട് മാത്രം ചെയ്യാം, എന്ത് കാര്യമാണെങ്കിലും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ലതല്ലേ? അത് അങ്ങനെ ചെയ്യണം. നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അത് പണ്ടത്തെ ഉണ്ടായിരുന്നു, പെണ്ണോട് ചോദിക്കാൻ പാടില്ല, പെണ്ണെന്തിനെ. പണ്ടത്തെ ആൾക്കാരൊക്കെ അങ്ങനെയാണ്, ആണാണ് വലുതെന്നില്ലേ. പക്ഷെ അത് പണ്ട് ആയിപ്പോയി. അങ്ങനെ ഭാര്യ ജോലി ചെയ്യൂല, ഇൻഡിപെൻഡന്റ് ആയിട്ടില്ല, അങ്ങനെ ഭാര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഭാര്യകൾ അങ്ങനെ അല്ല. വെരി എഡ്യൂക്കേറ്റഡ്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആൻഡ് ഓൾസോ ഡിസിഷൻ എടുക്കുമ്പോൾ മെച്യൂരിറ്റി. അങ്ങനെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് അല്ലെങ്കിലും എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിലും ചോദിക്കാം. നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരല്ലേ, പാർട്ട്നേഴ്സ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ നമ്മൾ നോക്കുന്നുണ്ടല്ലോ, അച്ഛൻ വന്നിട്ട് അച്ഛന് ജോലി ചെയ്യുന്നുണ്ട്. എന്റെ വീട്ടില് എന്റെ അച്ഛൻ അമ്മേന്റെ അടുത്തെല്ലാം പറഞ്ഞിട്ട് ചെയ്യാറുള്ളൂ. ഞാൻ അത് കണ്ടിട്ടാണ് പഠിച്ചത്. അപ്പൊ അതാണ് നല്ലത്. ചോദിച്ച ഭാവിയാണ് ചോദിച്ചത്, എന്നെ കല്യാണം കഴിച്ചതിൽ എപ്പോഴെങ്കിലും റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പെട്ടെന്നില്ലേ? ഒരിക്കലും റിഗ്രറ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടെന്ന് പറയാൻ പറ്റുമോ? അത് എനിക്ക് ദേവേട്ട സ്നേഹിക്കപ്പോലെ എനിക്ക് തീരുമാനിച്ചു, ദേവേട്ടാണ് എനിക്ക് ഭർത്താവ് വേണം. നമ്മളെ ലവ് മാരേജ് ആണ്. അപ്പോ ബിക്കോസ് ആ ടൈമിൽ ദേവേട്ട നല്ല റെസ്പെക്ട് കൊടുക്കും. എനിക്ക് അങ്ങനെ തന്നെ വേണ്ടത് ഗൈസ്. ലൈക്ക് നല്ല കെയർ ചെയ്യും. പിന്നെ എന്നെ ഒരു നല്ല എങ്ങനെ ഒരു ബേബിക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യും അങ്ങനെ ദേവേട്ട എന്നെ ട്രീറ്റ് ചെയ്തു. ലൈക്ക് വാവേ എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ അമ്മ അടുത്ത് എനിക്ക് അങ്ങനെ സ്നേഹം കിട്ടിയിട്ടില്ല. അപ്പോ ഇങ്ങനെ ഭർത്താവ് അടുത്ത് കിട്ടപ്പോ, ഒരു ബോയ് ഫ്രണ്ട് അടുത്ത് കിട്ടപ്പോ എനിക്ക് തോന്നി യെസ് ഐ വാണ്ട് ടു മാരി ദിസ് കൈൻഡ് ഓഫ് എ പേഴ്സൺ. സോ ഇപ്പോഴും ഞാൻ റിഗ്രറ്റ് ചെയ്യില്ല. എനിക്കറിയാത്ത വലിയിട്ടിട്ടുണ്ടോ റൂമിൽ നിന്ന് എനിക്കറിയാം. ഇതൊക്കെ എന്ത് ക്വസ്റ്റ്യനാണ്? എനിക്കറിയണോ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഭാവി ഉണ്ടപ്പോ തന്നെ ഞാൻ നല്ല അറിയാതെ നല്ല ഇട്ടിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്. ഉണ്ട്. അത് പറയില്ല, അതല്ല ടെക്നിക്കാ ഞാൻ പഠിക്കണ ടെക്നിക്. ലവ് മാരേജ് അല്ലേ? ലവ് മാരേജ് അല്ലേ? അപ്പോ ഇങ്ങനെയല്ല കുറച്ച് ഉണ്ടാവും അല്ലേ? പക്ഷെ നമ്മൾ ഈ കാര്യത്തിലേക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യത്തിൽ ഭയങ്കര നാണമാണ്. നമ്മൾ അതൊന്നും ചെയ്യാറില്ല. നമ്മൾ 3 വർഷമായി. പക്ഷെ ഇപ്പോഴും നമ്മൾ അതിലൊക്കെ കുറച്ച് ചില കപ്പിൾസ് ഒക്കെ ഭയങ്കര ഓപ്പൺ ആക്കി ഈ കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെ ചെയ്യും. പക്ഷെ നമ്മൾ രണ്ടുപേരും അതിലേക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മള് കുറച്ച് ഇതാണ്, നമ്മളത് ചെയ്യാറില്ല അങ്ങനെ. എന്നുവെച്ചാൽ നമ്മള് പക്ക അടിപൊളി അല്ലാന്നല്ല, നമ്മളെ എല്ലാ കാര്യത്തിലും അടിപൊളിയാണ്. പക്ഷെ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ ഡീസന്റ് നമ്മള് അത് ഡീസന്റ് ആയ ഒരു കാര്യം തന്നെയാണ് വളിയിടുന്നതൊക്കെ. പക്ഷെ അങ്ങനെ പറഞ്ഞല്ല, കുറച്ച് ഓക്കെ അല്ല നമ്മൾ ചെയ്യാൻ പരസ്പരം. എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് പേടിച്ചിട്ടുണ്ടോ? അയ്യോ ഇത് പറഞ്ഞ ദേവേട്ടൻ എന്നെ വഴക്ക് പറയോ, ഞാൻ പറയണോ? പേടിച്ചിട്ടുണ്ട്. എന്ത് കാര്യം? അത് കൊറേ ഉണ്ട്. ഞാൻ അങ്ങനെ ചീത്ത പറയില്ലല്ലോ. പക്ഷെ പേടിയുണ്ട്. എന്തെങ്കിലും വാങ്ങണെങ്കിൽ എനിക്ക് അങ്ങനെ ചോദിക്കാൻ.
പക്ഷെ എന്തെങ്കിലും ഫാമിലി റിലേറ്റഡ് എന്റെ ഗ്രാനി പത്തി ഇല്ല അമ്മയെ പത്തി എന്തെങ്കിലും വാങ്ങണം ഇല്ല അങ്ങനെ ദേവേട്ട എനിക്ക് അറിയാത്ത എപ്പെങ്കിലും എന്റെ ഫോൺ ചെക്ക് ചെയ്തിട്ടുണ്ടോ? പറയല്ലേ, ഞാൻ അന്ന് നമ്മൾ ഫൈറ്റ് വൽക്കാക്കി. അപ്പൊ ഞാൻ വെറുതെ റൂമിൽ എൻ്റർ ആക്കപ്പോ എന്റെ മൊബൈൽ ചെക്ക് ചെയ്യാൻ ഇല്ല, അത് ഞാൻ ആക്ട് ചെയ്തതാ ചെക്ക് ചെയ്യുന്ന പോലെ. അമ്മ സത്യം ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അമ്മ സത്യം ഞാൻ ചെയ്യില്ല. ഞാൻ കല്യാണത്തിന് മുമ്പ് ചിലപ്പം ചെയ്തിട്ടുണ്ടാവും ലവ് ചെയ്യുന്ന എനിക്ക് ഓർമ്മയില്ല. പക്ഷെ കല്യാണത്തിന് ശേഷം ഞാൻ റെസ്പെക്ട് വാവയ്ക്ക് കീർത്തുട്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്യില്ല എന്നുള്ള തന്നെ എൻ്റെ മൈൻഡില്. കാരണം ട്രസ്റ്റ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ആവട്ടെ, അല്ലാണ്ട് ഞാൻ പോയി ഫോൺ ചെക്ക് ചെയ്ത് ഞാൻ എന്താണ് ചെയ്യില്ല. ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പ് ഞാൻ നോക്കാറേ ഇല്ല കീർത്തുട്ടിന്റെ. വെറുതെ കിട്ടിയവരെ എനിക്ക് ആ ഫോൺ എടുത്ത് നോക്കാം. പക്ഷെ വെറുതെ കിട്ടിയ കീർത്തുട്ടിന് ഒരു കോൾ വന്നാൽ പോലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അല്ലെ, കീർത്തുട്ടിക്ക് ഒരു കോൾ വന്നവരെ ഞാൻ മൈൻഡ് ചെയ്യാറേ ഇല്ല. ആ ഒരു മൈൻഡ് സെറ്റ് ആണ് എനിക്ക്. അതിലൊക്കെ അങ്ങനെയാണ്. ഇത് കല്യാണം കഴിഞ്ഞ ശേഷം എന്തെങ്കിലും എൻ്റെ അടുത്ത് ഹൈഡ് ചെയ്തിട്ടുണ്ടോ? അതായത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ ഒരു കാര്യം? എന്തെങ്കിലും ഇതുവരെയായിട്ട് ഹൈഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല പറഞ്ഞിട്ടുണ്ട്. ഉറപ്പാണോ? ഉറപ്പാണ്. സത്യം? സത്യം. പരമാർത്ഥം? പരമാത്മാ പരമസത്യം. പരമസത്യം. ഓക്കെ, വിശ്വസിക്കണൊക്കെ. ദേവട്ടക്ക് എപ്പെങ്കിലും എന്നെ ഡൗട്ട് അടിച്ചിട്ടുണ്ടാന്ന്? ഇല്ല. ഈ റിലേഷൻഷിപ്പ് ഇല്ല. സത്യം പറ. ഡൗട്ട് അടിച്ചിട്ടില്ല. ഡൗട്ട് അടിച്ചോണ്ട് ചിലപ്പോ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ, അല്ലാണ്ട് വേറൊരു ബോയിനെ ഇതാക്കുന്ന അങ്ങനെ ഡൗട്ട് അടിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ട്രസ്റ്റ്. ഹാവ് യു എവർ വോൺ ആൻ ആർഗ്യുമെന്റ് ജസ്റ്റ് ബിക്കോസ് ഐ ഗേവ് അപ്പ്? അതായത് ഞാൻ വിട്ടുകൊടുത്തിട്ട് ഏതെങ്കിലും ആർഗ്യുമെന്റില് അങ്ങനെ ദേവട്ട വിട്ടേ കൊടുക്കൂല. ഞാനിങ്ങനെ ശരി വിട്ടേ അങ്ങനെ പറഞ്ഞിട്ട് ഇല്ല ഇല്ല ഇല്ല. അയ്യോടാ, ദേവട്ട സെൽഫിഷ് ആണ് ഈ വിഷയത്തിലെല്ലാം വിട്ടേ കൊടുക്കൂല ഗൈസ്. ഇല്ല, എന്റെ ഭാഗത്ത് റൈറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കൂല. എന്റെ ഭാഗത്ത് റൈറ്റ്സ് ഇല്ലെങ്കിൽ ഞാൻ വിട്ടുതരും. ഇപ്പൊ എന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ എന്റെ ഭാഗത്താണ് റൈറ്റ്സ് എങ്കിൽ ഞാൻ വിട്ടുതരൂല. കാരണം എനിക്കത് പ്രൂവ് ചെയ്യണല്ലോ. അപ്പൊ പറഞ്ഞു തരില്ല. അല്ല, എന്റെ ഭാഗത്ത് റൈറ്റ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ആർഗ്യുമെന്റ് ചെയ്യുന്നത്. ഐ വിൽ നെവർ ഗീവ് അപ്പ് ബിക്കോസ് ഐ ആം റൈറ്റ്. റൈറ്റ് ഇല്ലെങ്കിൽ ഞാനല്ലേ റൈറ്റ്. അപ്പൊ ദേവട്ട വിട്ടു കൊടുക്കണല്ലേ? അങ്ങനെ റൈറ്റ് അല്ലെങ്കിൽ വിട്ടുതരും. അതേ പറഞ്ഞത്. ഇപ്പൊ ഞാൻ റൈറ്റ് അല്ലെങ്കിൽ ഞാൻ വിട്ടുതരും. റൈറ്റ് ആണ് എന്റെ സൈഡിലാണ് റൈറ്റ്സ് എങ്കിൽ ഞാൻ വിട്ടുതരില്ല. അപ്പൊ ഞാൻ ഭയങ്കര ഈഗോ ആയിരിക്കും. അടി. ദേവട്ടക്ക് എപ്പെങ്കിലും തോന്നിട്ടുണ്ടാ ഞാൻ കീർത്തുട്ടിക്കാലും വേറെ പെണ്ണിനെ കല്യാണം ചെയ്തിട്ട് വേണമായിരുന്നോന്ന്? എപ്പെങ്കിലോ? ഇല്ല. കീർത്തുട്ടിനെ കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇത്ര ഹാപ്പി. കീർത്തുട്ടിനെ കിട്ടിയതുകൊണ്ട് മാത്രമാണ് എന്റെ പാരന്റ്സ് ഭയങ്കര ഹാപ്പി. ആക്ച്വലി ഇല്ലേ? അറിയില്ല. ഹാപ്പിനോ? എന്റെ അച്ഛനെന്നെ പറഞ്ഞിട്ടുണ്ട് ഇവളെ കിട്ടിയ നമ്മളെ ഭാഗ്യം. ഇല്ലേ? പിന്നെന്താ? കീർത്തുട്ടിയെ കിട്ടിയതുകൊണ്ടാണ് ഞാനിപ്പോ ഇത്രയും ഹാപ്പി, ഇത്രയും സക്സസ് ആയിട്ട് ഇരിക്കുന്നത് ലൈഫിൽ. ഞാൻ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം അതുപോലെ കോപ്പി അടിച്ചിട്ടുണ്ടോ? ഡിഡ് യു കോപ്പി പേസ്റ്റ് ലൈക്ക് വാട്ട് ഐ ഡു? എനി ആക്ഷൻ, എനി ടോക്ക്? ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താ? എനിക്ക് കൊറേ ചെയ്തിട്ടുണ്ട് ഞാൻ. വേറെ ആള് ഇങ്ങനെ ഒരു പേഷ്യൻസ് ആയിട്ട് വേറെ ആളത്ത് സംസാരിക്കാൻ. പിന്നെ വെറുതെ അല്ല. പിന്നെ ദേവേട്ട എപ്പോഴും എന്നെ കടലാക്കൂലേ വാവേ, അതെല്ലാം ഞാൻ സ്നേഹം ദേവേട്ടനെ ദേവേട്ടനെ കൊറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ.
ഞാനല്ല ഇങ്ങനെ വിളിക്കുള്ളൂ, നീ എന്തിനാ ഇങ്ങനെ വിളിക്കണേ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. വരും. ഇപ്പൊ കോപ്പി അടിച്ചിട്ടുണ്ട്. യെസ്. അടി. കല്യാണി. കല്യാണി. ആ പെണ്ണുണ്ടെന്ന് അതേവട്ട നോക്കുന്നുണ്ടെങ്കിൽ ആ പാട്ടേ കേൾക്കൂല. സാനിയ അയ്യപ്പൻ. കണ്ട 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 ഇഷ്ടാന്നില്ല ആ കുട്ടിക്ക്. ഞാനും. സോ ഞങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ് ഞങ്ങളുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ ഒരുപാട് നല്ല വ്ളോഗായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത വ്ളോഗും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ സ്റ്റേ ട്യൂൺ. ബൈ.